ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 27 പാലാഴി മദനവും കൂർമാവതാരവും. ശ്ലോകം 1. ദുർവാസാസുരവനിതാത്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയഃ നാഗേന്ദ്ര പ്രതിമൃതിദേശാപചക്രം കാക്ഷാന്തി സ്തുതിതര ദേവതാംശ ജാനാം. പദം. ദുർവാസ സുര വനിത ആപ്ത ദിവ്യ മാല്യം ശക്രായ സ്വയം ഉപദായ തത്ര ഭൂയഃ നാഗ ഇന്ദ്ര പ്രതിമൃതിതേ ശശാപ ശക്രം കാ ക്ഷാന്തി ത്വത് ഇതര ദേവതാ അംശജാനാം. അർത്ഥം: ദേവസ്ത്രീയിൽ നിന്നും തനിക്ക് ലഭിച്ച ദിവ്യമായ ഒരു ഹാരം ദേവേന്ദ്രന് കൊടുത്ത ദുർവാസാവ് മഹർഷി അത് ഗജേന്ദ്രനായ ഐരാവതത്താൽ മതിക്കപ്പെട്ടു. അത് കണ്ടപ്പോൾ കോപിഷ്ഠനായി ഇന്ദ്രനെ ശപിച്ചു. അങ്ങയുടേതല്ലാതെ മറ്റ് ദേവന്മാരുടെ അംശത്താൽ ഭൂജാതരായവർക്ക് ക്ഷമാശക്തിയില്ലല്ലോ. ശ്ലോകം 2. ശാവേന പ്രതിതജരേത നിർജ്ജരേന്ദ്രേ ദേവേഷപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യ കമലജമേത്യ സർവദേവ നിർവാണ പ്രഭവസമം ഭവന്തമാബുഹു. പദം. ശാപേന പ്രതിതജരേ അഥ നിർജ്ജര ഇന്ദ്രേ ദേവേഷു അഭി അസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യ കമലജം ഏത്യ സർവദേവാഃ നിർവാണപ്രഭവ സമം ഭവന്തം ആപുഹു. അർത്ഥം: ദുർവാസാവിൻ്റെ ശാപമേറ്റ ദേവേന്ദ്രൻ പെട്ടെന്ന് ജരാബാധിതനായി തീർന്നു. മറ്റ് ദേവജനങ്ങളെല്ലാം അസുരന്മാരുടെ മുൻപിൽ പരാജിതരായി തേജസ് ക്ഷയിച്ചവരായി തീർന്നു. ഈ ദുസ്ഥിതിയിൽ ശിവനെ മുൻനിർത്തി ദേവന്മാരെല്ലാം ബ്രഹ്മാവിനരികിൽ ചൊല്ലുകയും എല്ലാവരും ചേർന്ന് നിർവാണദായകനായ അങ്ങയെ ആശ്രയിക്കുകയും ചെയ്തു. ശ്ലോകം 3. ബ്രഹ്മാദിസ്തുതമഹിമാചിരം തദാനീം പ്രാദുഷ്യൻ വരദപുരപരേണ ധാമ്ന ഹേ ദേവാദിതിജകുലേർവിദായ സന്ധി പീയൂഷം പരിമതദേതി പര്യശാസ്ത്വം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം. ബ്രഹ്മ ആദ്യൈ സ്തുതമഹിമാ ചിരം തദാനീം പ്രാദുഷ്യൻ വരദ പുരഃ പരേണ ധാമ്ന ഹേ ദേവാഃ ദിതിജ കുലൈഃ വിദായ സദീം പീയൂഷം പരിമഥിത ഇതി പര്യശാത്വം. അർത്ഥം: വരദായകനായ ഭഗവാനെ, ബ്രഹ്മാദികളാൽ വളരെയേറെ സ്തുതിക്കപ്പെട്ട അങ്ങ് ആ സമയത്ത് ദിവ്യ തേജസ്സോടെ പ്രത്യക്ഷനാകുകയും ഹേ ദേവജനങ്ങളെ, അസുരകുലത്തോട് സന്ധി ചെയ്ത് അമൃതം കടഞ്ഞെടുക്കുക എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ശ്ലോകം 4. സന്താനം കൃതവതി ദാനവൈസുരൗഹേ മന്ഥാനം നയതി മദേന മന്ദരാത്രീം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപ്പയോധൗ. പദം. സന്താനം കൃതവതി ദാനവൈ സുര ഓഹേ മന്ഥാനം നയതി മദേന മന്ദര അദ്രീം ഭ്രഷ്ടേ അസ്മിൻ ബദരം ഇവ ഉദ്വഹൻ ഖഗ ഇന്ദ്രേ സദ്യ ത്വം വിനിഹിതവാൻ പയോധൗ. അർത്ഥം: ദേവന്മാർ അസുരവർഗത്തോട് സന്ധി ചെയ്ത് മത്തരായി കടകോലുപയോഗിപ്പാൻ മന്ദരപർവ്വതത്തെ കൊണ്ടുപോകുമ്പോൾ അത് നിലംപതിച്ചു. അപ്പോൾ അത് ഒരു ലന്തപ്പഴത്തെ എന്ന പോലെ അതെടുക്കുകയും ഗരുഡസ്ഥിതനായി പാലാഴിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കുകയും ചെയ്തു. ശ്ലോകം 5. ആദായ ദ്രുതമതവാസുകീം വരത്രാം പാദോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജഗമുഖേ കരോസുരാരീൻ. പദം. ആദായ
ദ്രുതം അത വാസുകീം വരത്രാം പാദോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുര അസുരൈ തൈ വ്യാജാത്വം ഭുജഗമുഖേ അകരോ സുരാരി. പിന്നീട് വിവിധങ്ങളായ വിശിഷ്ട വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന പാലാഴിയെ ദേവാസുരന്മാർ ഒത്തുചേർന്ന് വാസുകി എന്ന സർപ്പശ്രേഷ്ഠനെ കയറാക്കി കടയാൻ തുടങ്ങി. അപ്പോൾ അങ്ങ് ഒരു കൗശലം പ്രയോഗിച്ച് അസുരഗണങ്ങളെ സർപ്പത്തിൻ്റെ വായ്ക്ക് സമീപമാക്കി. വാസുകിയുടെ വാൽഭാഗം അസുരന്മാരും വിഷം വമിക്കുന്ന ശിരോഭാഗം ദേവന്മാരുമാണ് പിടിച്ചിരുന്നത്. വാൽ പിടിക്കുന്നത് അപമാനകരമാണെന്ന് കരുതിയ ആ മൂഢന്മാർ അങ്ങയുടെ ഗൂഢോദ്ദേശം വിജയിക്കുമാറ് ശിരോഭാഗം തന്നെ പിടിച്ചു. മദനത്തിൻ്റെ ശക്തിയാൽ തളർന്നുകുഴഞ്ഞ വാസുകിയുടെ വായിൽ നിന്ന് വിഷജ്വാലുകൾ പ്രവഹിച്ചപ്പോൾ ആ വശത്ത് നിന്നിരുന്ന അസുരന്മാരിൽ ഏറിയ പങ്കും അസ്തപ്രജ്ഞരായി ഭവിച്ചു. നിന്ദ്യരായ ശത്രുക്കളെ കുരുക്കിലകപ്പെടുത്താൻ ഭഗവാനുള്ള സാമർഥ്യം അനാദൃശ്യം തന്നെ. ശ്ലോകം 6. ക്ഷുദ്ധാബ്ദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ധൗ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യതിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമടധനും കഠോരപൃഷ്ടാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം ക്ഷുബ്ധ അദ്രൗ ക്ഷുഭിത ജല ഉദരേ തദാനീം ദുഗ്ധ അബ്ദൗ ഗുരുതര ഭാരത നിമഗ്നേ ദേവേഷു വ്യതിത തമേഷു ത്വത്പ്രിയ ഏഷീ പ്രാണൈഷീ കമടധനും കഠോരപൃഷ്ടാം. അർത്ഥം: അതിനിടെ സമുദ്രത്തെ മുഴുവൻ ഇളക്കി മറിച്ച ആ മന്ദരഗിരി പെരുതായ കനമൂലം പാലാഴിയിൽ മുങ്ങിപ്പോയി. ദുഃഖിതരായ ദേവന്മാർക്ക് സന്തോഷമുണ്ടാകാൻ ഇച്ഛിക്കുന്ന അങ്ങ് ഉറപ്പുള്ള പൃഷ്ഠത്തോടുകൂടിയ ആമയുടെ ശരീരം പൂണ്ടു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.